അതിർത്തിയിൽ വെടിനിർത്തലുണ്ടായി, സംഘർഷം ശാന്തതയിലേക്ക് മാറി എന്ന് പറഞ്ഞതുപോലെ KPCC-യിൽ കുറേ കാലമായി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് ഒടുവിൽ നമ്മളോട് ചിലർക്കൊക്കെ ചെറിയ പിണക്കവും പരിഭവവും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളാണ് സുധാകരനെ മാറ്റുന്നത് എന്ന് പറഞ്ഞു. ഒടുവിൽ ആ വാർത്ത ശരിയായി വന്നു. സുധാകരന് തന്നെ ചെറിയ പിണക്കവും പരിഭവവും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ മാറ്റി നിർത്തുന്നു കണ്ടു. അതൊക്കെ രാഷ്ട്രീയമാണ്, അതൊക്കെ ആ വഴിക്ക് പോകട്ടെ. പക്ഷേ ഏതായാലും പുതിയ നേതൃനിര ഇന്നിപ്പോൾ നാളെ അധികാരമേൽക്കുകയാണ്. അതിനു മുമ്പ് കരുണാകരൻ സ്മൃതി മന്ദിരത്തിലൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ നേതൃനിര വരുന്നത് അല്ലേ. യുവാക്കളുടെ കരുത്തുണ്ട്. സണ്ണി ജോസഫിനെ പോലെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നേതാവിൻ്റെ പഴക്കവും തഴക്കവും അതേപോലെ പുതുമയും ആവേശവും എല്ലാം ഉള്ള ഒരു സംഘമാണ് എത്തുന്നത്. 3 വർക്കിംഗ് പ്രസിഡന്റ്, ഒരു പുതിയ പ്രസിഡന്റ് അല്ലേ ലിബി. എന്തൊക്കെ പ്രതീക്ഷകളാണ് KPCC-ക്കുള്ളത്? നാളെ എപ്പോഴാണ് ഈ KPCC അധ്യക്ഷനായിട്ട് ചടങ്ങിൽ സ്ഥാനമേൽക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടാവുക? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നാളെ രാവിലെ 9:30 കൂടിയാണ് ഇന്ദിരാഭവനിൽ പുതിയ കമ്മിറ്റി, പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കുക. അതിനു മുന്നോടിയായാണ് ഇന്ന് തൃശ്ശൂരിൽ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തി സണ്ണി ജോസഫ് പുഷ്പാർച്ചന നടത്തിയത്. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരിടം തന്നെയാണ് തൃശ്ശൂരിലെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപം. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കബറിടവും രണ്ടിടത്തും വന്ന് പ്രണാമം അർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് വൈകിട്ടോടുകൂടി തിരുവനന്തപുരത്തെത്തും. രാവിലെയാണ് ചുമതലയേൽക്കുന്ന ചടങ്ങ്. ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഇത് പല സമവാക്യങ്ങളും ഇതിൽ ബാലൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമുദായിക സമവാക്യം, ഒപ്പം തന്നെ പഴയ, ഇപ്പോൾ ഗ്രൂപ്പൊന്നും നിലവിലില്ലെങ്കിലും പഴയ ഗ്രൂപ്പുകൾ എല്ലാത്തിൻ്റെയും ഇങ്ങോട്ട് ശേഷിപ്പുകളൊക്കെ ഇതിൽ കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ, ഇപ്പോൾ ഗ്രൂപ്പൊന്നും ഇല്ലെങ്കിൽ പോലും എല്ലാവർക്കും ഇപ്പോൾ അത്യാവശ്യം തൃപ്തികരമായ രീതിയിലാണ് ഈ പട്ടിക വന്നിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ വന്നപ്പോഴായാലും സണ്ണി ജോസഫ് പുഷ്പാർച്ചന നടത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരായി ചുമതലയേൽക്കാൻ പോകുന്ന AP അനിൽകുമാറും ഷാഫി പറമ്പിലും അതുപോലെ തന്നെ PC വിഷ്ണുനാഥും ഉണ്ടായിരുന്നു. ഇവർ ഇനി കോട്ടയത്തേക്കും വരും. പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിലും പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമായിരിക്കും തിരുവനന്തപുരത്തേക്ക് തിരിക്കുക. സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം 92-ലെ സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകിച്ച് K സുധാകരൻ്റെ സ്വന്തം ആളായി ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും അദ്ദേഹം എക്കാലവും കരുണാകരനോടും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയോടുമൊക്കെ അടുപ്പം പുലർത്തിയിരുന്ന ആളാണ്. ഇവരോട് ഹൃദ്യമായ ബന്ധം സൂക്ഷിച്ചിരുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ടിടത്തും വന്ന് ഇവർ 2 നേതാക്കളോടും മനസ്സുകൊണ്ട് അവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. ഏതായാലും ഇപ്പം ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിർത്തിയിൽ വെടിനിർത്തൽ ഉണ്ടായതുപോലെ തന്നെ കുറച്ചു കാലമായി ചില അസ്വാരസ്യങ്ങളൊക്കെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ഏതായാലും പുതിയ ഭാരവാഹിത്വം വരുന്നതോടുകൂടി ആ അസ്വാരസ്യമൊക്കെ തൽക്കാലത്തേക്ക് ശമിക്കും എന്ന് തന്നെ കരുതാം. ഏതായാലും ഇപ്പോൾ ഇതുവരെയും ഇനി മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും വലിയ അഭിപ്രായ ഭിന്നതയൊന്നുമില്ലാതെയാണ് പുതിയ പട്ടിക ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമുദായിക സമവാക്യമൊക്കെ വലിയ പ്രശ്നമില്ലാതെ ഇതിൽ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാമുദായിക സമവാക്യത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ അത് മാറ്റി നിർത്തേണ്ടതാണെന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ സ്വാഭാവികമായി കടന്നു വരിക പതിവാണല്ലോ. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 3 പതിറ്റാണ്ടിന് ശേഷം കത്തോലിക്ക സഭയിൽ നിന്ന് ഒരു സാരഥി വന്നിരിക്കുന്നു. അത് മാത്രമല്ല PP തങ്കച്ചിന് ശേഷം കോൺഗ്രസിൻ്റെ സംഘടനാ നേതൃത്വത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം കത്തോലിക്ക സഭയിൽ നിന്ന് നേതൃനിരയിലേക്ക് ആളുകൾ വന്നിരുന്നില്ല. നേരത്തെ വർക്കിംഗ് പ്രസിഡന്റായി PT തോമസ് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും KPCC അധ്യക്ഷനായി അങ്ങനെ കടന്നു വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിൻ്റെ കടന്നുവരവ് ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും തൃപ്തികരമായ ഒരു സാധനം തന്നെ ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ ഈഴവ പ്രാതിനിധ്യം UDF കൺവീനറുടെ കാര്യത്തിൽ ഉറപ്പിക്കുകയുണ്ടായി. അങ്ങനെ മറ്റ് കൃത്യമായിട്ട് നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. വെള്ളാപ്പള്ളി നടേശനൊക്കെ വന്നിട്ടുണ്ട്, ചില പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അവിടെയും ഒരു സമുദായ സമവാക്യമുണ്ട്. അടൂർ പ്രകാശ് വരുന്നതോടുകൂടി ആ സമുദായത്തിൻ്റെ പ്രാതിനിധ്യവും കൃത്യമായിട്ട് അവിടെ ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഇല്ലെന്നൊക്കെ നമ്മൾ പറയും, ലേവി പറഞ്ഞതുപോലെ. പക്ഷേ ഇതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതൊക്കെ സ്വാഭാവികമാണ്, അതൊന്നും വരുന്നതിൽ തെറ്റുമില്ലല്ലോ. എല്ലാ സമുദായങ്ങളുടെ പ്രാതിനിധ്യവും എല്ലാ പാർട്ടികളിലും ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രാതിനിധ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അതിന് ഏതെങ്കിലും തരത്തിൽ വർഗീയതയുമായിട്ട് നമ്മൾ കൂട്ടിയോജിപ്പിക്കേണ്ടതില്ല. അങ്ങനെ വർഗീയതയുമായിട്ട് ഒത്തുപോകുന്നൊരു നേതാവേ അല്ല സണ്ണി ജോസഫ് എന്നുള്ളത് പ്രേക്ഷകർക്കറിയാം. സണ്ണി ജോസഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ടിരിക്കുമ്പോഴും KSU രാഷ്ട്രീയത്തിലിരിക്കുമ്പോഴുമെല്ലാം ആ പക്വതയും പാകുതയും കാണിച്ചു വന്ന ആൾ തന്നെയാണ്. ഇല്ലെങ്കിൽ പേരാവൂർ പോലൊരു മണ്ഡലത്തിൽ 2011 KK ശൈലജ ടീച്ചറെ, അന്ന് KK ശൈലജ ടീച്ചർ ആ അർത്ഥത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ളൊരു ഇമേജൊന്നും KK ശൈലജ ടീച്ചറിനില്ല. പക്ഷേ എങ്കിൽ പോലും 2011 KK ശൈലജയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് പേരാവൂരിൻ്റെ MLA ആവുന്നത്. സിറ്റിംഗ് MLA അന്ന് KK ശൈലജ ടീച്ചറായിരുന്നു. പിന്നീട് 2016 അതേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു, 2021 അതേ മണ്ഡലത്തിൽ ജയിച്ചു. അപ്പോൾ ഹാട്രിക്
നറുക്കിട്ട നേതാവാണ് സണ്ണി ജോസഫ്, പേരാവൂരിൻ്റെ സ്വന്തം സണ്ണി വക്കീൽ എന്നാണ് പറയുക അല്ലേ ലിബി, കോൺഗ്രസ്സുകാരെല്ലാവരും. പക്ഷേ അദ്ദേഹം പിന്നീട് കുറച്ചു കാലത്തേക്ക് ഇടയ്ക്ക് ബാറിലൊക്കെ സജീവമായിരുന്നെങ്കിലും പറയുക. അതെ, പറഞ്ഞോളൂ. അതെ, രണ്ട് പതിറ്റാണ്ടോളം അഭിഭാഷക വൃത്തിയിൽ വളരെ സജീവമായിരുന്നു. ഡോക്ടർ അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്. കെ ശൈല ടീച്ചർ എന്ന് നേരിടുമ്പോൾ 2011 3500 വോട്ടിന് അന്ന് ജയിക്കുന്നു. അതിനുശേഷം വലിയ ഇടത് തരംഗമെന്ന് പറഞ്ഞ വലിയ പ്രബലരായ ആൾക്കാരൊക്കെ പോയ സമയത്തും മണ്ഡലം അദ്ദേഹത്തെ കാത്തു. അതാണ് ഓർത്തു വെക്കേണ്ട കാര്യം. മണ്ഡലം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. അന്ന് ഏതാണ്ട് ഉയരുകയാണ് ചെയ്തത്. 6500 അനുകൂലമായിട്ട് വലിയ ഒരു 2021 വലിയ തരംഗം വരുന്നു. രണ്ടാമത്തെ വലിയ തരംഗം വരുമ്പോഴും പേരാവൂർ മറിയുന്നില്ല. സണ്ണി വക്കീലിനോടൊപ്പം തന്നെ നിന്നു. അപ്പൊ സണ്ണി വക്കീല് അതെ, ഭൂരിപക്ഷം ചെറുതായി കുറഞ്ഞെങ്കിലും 3500 ആ ഭൂരിപക്ഷം ഇങ്ങനെ നിന്നു. പേരാവൂർ അദ്ദേഹത്തെ കാത്തു എന്ന് പറയുന്നത് അവിടെ വ്യക്തമാകുന്നത്. കടപുഴകാതെ പോയൊരു മണ്ഡലമാണ്. അപ്പൊ സണ്ണി ജോസഫിന്റെ ആ വലിയ പിന്നെ ഡോക്ടർ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഡോക്ടർ അരുൺ, ഇപ്പോൾ സണ്ണി ജോസഫ് ഇപ്പോൾ നമ്മൾക്ക് ഈ ബാക്കിയുള്ളവരൊക്കെ വളരെ വാർത്താ പ്രാധാന്യത്തോടുകൂടിയൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ അത്രത്തോളം ഒന്നും വാർത്തകൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ച് കാണത്തില്ല. എങ്കിലും എനിക്ക് തോന്നുന്ന കാര്യം, അദ്ദേഹം ആ വാർത്തയിലേക്ക് അങ്ങനെ ഇടിക്കുന്ന ആളുമല്ല. അദ്ദേഹം ഓടി വന്ന ഒരു കാര്യത്തിന്റെ മുന്നിൽ വന്ന് അദ്ദേഹത്തിന്റെ മുഖം കാണിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വം ബോധ്യപ്പെടുത്താനോ ഒന്നും അത്ര കണ്ട് ശ്രമിക്കുന്ന ഒരാളുമല്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ അദ്ദേഹത്തെ അധികം ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ ചർച്ചകളെന്ന് പറയുന്നില്ല, അധികം വാർത്താ പ്രാധാന്യം ത്തിലൂടെ നമ്മൾ നോക്കി കാണാതെ പോയത്. പക്ഷെ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ അറിയാവുന്ന ശരിയാണ് ലേബി. അങ്ങനെ ഇടിച്ചു കയറി വരുന്ന ഒരാളല്ല കേട്ടോ സണ്ണി ജോസഫ്. നമ്മളെപ്പോഴും ചർച്ചയിൽ കണ്ടാൽ വളരെ മാന്യമായും പക്വമായും ടു ദ പോയിന്റ് ഫാക്ട് പറയുന്ന ഒരാളാണ് സണ്ണി ജോസഫ്. പാർട്ടിയുടെ കൃത്യം ആശയം അതേപോലെ പറയും. ഈ ഫോട്ടോ ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇടിച്ചു കയറി അങ്ങനെ പരിപാടിയൊന്നും സണ്ണി ജോസഫില്ല. സണ്ണി വക്കീൽ ആ രീതിയിൽ വളരെ മാന്യനായ കക്ഷിയാണ്. പിന്നീട് പാർട്ടി ഒരു ഡിസിപ്ലിൻ നിർദ്ദേശമൊക്കെ വരുന്നതുമൊക്കെ പ്രേക്ഷകർ കണ്ടതല്ലേ. അപ്പോൾ സണ്ണി വക്കീൽ KPCC നയിക്കാൻ എത്തുകയാണ്. നാളെ ചുമതല ഏറ്റെടുക്കും.